അഭിവന്യ തോമസ് മാർ തിമത്തിയോസ് തിരുമേനി, വന്യ വികാരി ജനറൽ അച്ഛന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, കൺവെൻഷൻ ചുമതലക്കാരെ, കർത്താൽ പ്രിയരെ, ക്രിസ്തുയേശുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ കൺവെൻഷൻ്റെ ഈ സമാപന സമ്മേളനത്തിൽ നിങ്ങളോടൊപ്പം ഞാനായിരിക്കുന്നത്. സന്തോഷമുള്ളപ്പോൾ തന്നെ ഭയത്തോടും വിറയലോടും കൂടെയാണ്. ഏറ്റവും വന്യരായ നേതാക്കന്മാരുടെ മുൻപിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ ഭയവും വിറയലും ഒക്കെയുണ്ട്. ഞാൻ വൈദിക സെമിനാരിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഭദ്രാസന കൺവെൻഷൻ സെമിനാരി ഗ്രൗണ്ടിൽ പന്തലിട്ട് ആരംഭിച്ചത്. അതിൻ്റെ ആദ്യത്തെ ശ്രോതാക്കളാകുവാൻ സാധിച്ചതിൽ ഒരു സന്തോഷം. ഞാൻ വൈദിക ശുശ്രൂഷ ചെയ്തത് ഏറ്റവും കൂടുതൽ കോട്ടയം, കൊച്ചി, ഭദ്രാസനത്തിലെ ഇടവകകളിലാണ്. അങ്ങനെ ഈ ഭദ്രാസനവുമായും ഈ കൺവെൻഷനുമായും വൈദിക സെമിനാരിയുമായുള്ള ബന്ധം ഒരിക്കൽ കൂടെ ഓർക്കുന്നതിനും നിങ്ങളെല്ലാവരെയും കൂടെ ആയിരിക്കാനും ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നാളുകളിൽ കൺവെൻഷൻ ഒരു ആചാരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഓരോ കൺവെൻഷനും കൺവിക്ഷനിലേക്കും വിഷനിലേക്കും ദൃഢവിശ്വാസത്തിലേക്കും ദർശനത്തിലേക്കും നമ്മളെ നയിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്ന് നാം വിശുദ്ധ ഏവൻഗേലിയോനായിട്ട് വായിച്ചു കേട്ടത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. സഫലമാകേണ്ട ക്രിസ്തീയ ജീവിതം, ഇതാണ് ഇന്ന് നാം ചിന്തിക്കുന്നതിന് വേണ്ടി സഭയായി ക്രമീകരിച്ചിരിക്കുന്ന വിഷയം. ക്രിസ്ത്യൻ ലൈഫ് മെന്റ് ടു ബി ഫ്രൂട്ട്ഫുൾ. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അബൈഡ് ഇൻ മീ. കർത്താവ് തൻ്റെ ശിഷ്യരോട്, ശിഷ്യന്മാരുടെ എക്സ്റ്റൻഷനായ സഭയോട്, നമ്മോട് പറയുന്ന വാക്കുകളാണ്. യോഹന്നാൻ്റെ സുവിശേഷം അടയാളങ്ങളുടെ സുവിശേഷം എന്ന് നാം സാധാരണയായിട്ട് പറയാറുണ്ട്. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ അടയാളങ്ങളെ ക്രമീകരിക്കുമ്പോൾ വെറുതെ സംഭവങ്ങൾ വിവരിക്കുകയല്ല, ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയാണ്. ഹി റിവീൽസ് മിസ്റ്ററീസ്. വെള്ളം വീഞ്ഞാകുന്ന കാര്യത്തിലാണെങ്കിലും, അപ്പം ജീവൻ്റെ അപ്പമാകുന്നെന്ന് പറയുമ്പോഴും, വെളിച്ചം ഇരുളിനെ മാറ്റിക്കളയുന്നെന്ന് പറയുമ്പോഴും, കുരിശിലാണ് യഥാർത്ഥ മഹത്വമെന്ന് പറയുമ്പോഴും കർത്താവ് സഭയുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ കർത്താവ് പറയുന്നു, ഐ ആം ദ ട്രൂ വൈൻ ആൻഡ് മൈ ഫാദർ ഈസ് ഗാർഡനർ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. തോട്ടക്കാരൻ, മുന്തിരിവള്ളി, കൊമ്പുകൾ, ഈ 3 ഉപമകളാണ്, കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ഈ സന്ദർഭം അല്ലെങ്കിൽ ഈ വേദഭാഗം 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നെന്നാണ് എൻ്റെ വിചാരം.
കർത്താവിൻ്റെ ശിഷ്യന്മാർ, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ എക്സ്റ്റൻഷനായ സഭ. എന്താണ് സഭ? വാട്ട് ഈസ് ദ ചർച്ച്? ഹൗ ഡസ് ദ ചർച്ച് ലീവ്സ്? എങ്ങനെയാണ് സഭ നിലനിൽക്കുന്നത്? വൈ ദ ചർച്ച് എക്സിസ്റ്റ്? എന്തിനു വേണ്ടിയാണ് സഭ നിലനിൽക്കുന്നത്? ഐ ആം ദ ട്രൂ വൈൻ എന്നുള്ളത് കർത്താവിൻ്റെ ഞാനാകുന്നു എന്നുള്ളൊരു പ്രഖ്യാപനയാണ്. ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയെ മുന്തിരിത്തോട്ടമായി ഉപമിച്ചത് നമുക്ക് കാണാം. ഇന്ന് ഒന്നാം പാഠമായി വായിക്കേണ്ട ഭാഗം യെശയ്യാ പ്രവചനത്തിൽ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടമായ ഇസ്രായേലിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. ദൈവം നട്ട് പരിപാലിച്ച് സൂക്ഷിച്ചിരുന്നുവെങ്കിലും ചിലപ്പോഴൊക്കെ ഫലമില്ലാതെയും നല്ല ഫലത്തിന് പകരം കാട്ടുമുന്തിരി ഫലമായി വന്നതും എല്ലാം ഇസ്രായേൽ ജനത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് ഇവിടെ പറയുന്നത്, ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി. ഇത് സഭ ഇസ്രായേലിനെ റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ളതല്ല, പിന്നെയോ ചർച്ച് പാർട്ടിസിപ്പേറ്റ് ഇൻ ക്രൈസ്റ്റ്. സഭ കർത്താവിൻ്റെ ജീവനിൽ പങ്കാളിത്തം വഹിക്കുന്നു എന്നുള്ളതാണ്. പൗരസ്ത്യ ദർശനമനുസരിച്ച് സാൽവേഷൻ ഈസ് പാർട്ടിസിപ്പേഷൻ, നോട്ട് മിയർ പാഡൻ. രക്ഷ കർത്താവിനോട് ചേർന്നുള്ള പങ്കാളിത്തമാണ്, വെറും പാപക്ഷമ മാത്രമല്ല. പാപക്ഷമ പ്രാപിക്കുന്നവർ കർത്താവിൻ്റെ ജീവനിൽ, ദൗത്യത്തിൽ പങ്കാളികളായിത്തീരുകയാണ്. വിശ്വാസം കൂട്ടായ്മയിലാണ്. കർത്താവുമായുള്ള കൂട്ടായ്മയിൽ നിലനിൽക്കുമ്പോഴാണ് വിശ്വാസം ദൃഢമായും ധന്യമായും നിലനിൽക്കുന്നത്. സഭ, ചർച്ച് ഈസ് ലൈഫ് ഷെയർഡ്. കർത്താവിൻ്റെ ജീവൻ അതിൽ പങ്കാളികളാകുകയും അത് പങ്കുവയ്ക്കുകയും ചെയ്യുന്നതാണ് സഭയെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടുള്ളത്. കർത്താവ് സഭയുടെ ജീവസ്രോതസ്സാണ്. സഭ കർത്താവിനെ വഹിക്കുകയല്ല, കർത്താവിൻ്റെ ജീവൻ സഭയിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സഭ ക്രിസ്തുവിൽ നിന്ന് തൻ്റെ ജീവൻ സ്വീകരിക്കുന്നു. കർത്താവ് പറയുകയാണ്, എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്, വൈൻ ഡ്രസ്സറാണ്. പ്രൂണിങ് എന്തിനാണ്? ചിലപ്പോൾ ചെടിയെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായി എന്ന് തോന്നിയാൽ അതൊരിക്കലും ഒരു പണിഷ്മെൻ്റ് അല്ല. എന്തിനു വേണ്ടിയാണ്? എല്ലാ കൊമ്പുകളും എല്ലാ ബ്രാഞ്ചസും ഫലം കായ്ക്കുന്നതിനും, ദാറ്റ് ഇറ്റ് മേ ബെയർ മോർ ഫ്രൂട്ട്സ്, കൂടുതൽ ഫലം, കൂടുതൽ നല്ല ഫലം കായ്ക്കുന്നതിന് വേണ്ടിയാണ്. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അതുകൊണ്ട് ചെത്തി വെടിപ്പാക്കുന്ന അനുഭവങ്ങൾ ഒരിക്കലും പണിഷ്മെൻറ്റോ റിജക്ഷനോ അല്ല, പിന്നെയോ റിഫൈനിങ് ആണ്. ശിക്ഷിക്കലോ നശിപ്പിക്കലോ അല്ല, പുതുക്കലാണ്, ശുദ്ധീകരിക്കലാണ്, നവീകരിക്കലാണ്. അപ്പോൾ ചില സമയത്ത് പല സ്ഥലങ്ങളിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ശിക്ഷ, വേദന എന്നുള്ളതിനേക്കാൾ അപ്പുറമായി
അധികം ഫലം കായ്ക്കുന്നതിന് വേണ്ടി ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നതും ചെത്തിവെടിപ്പാക്കുന്നതുമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ ലോകത്തിൽ ധന്യതയോടെ ശുശ്രൂഷിക്കുന്നതിന് സാധിക്കും. ചെത്തിവെടിപ്പാക്കാത്ത മുന്തിരിച്ചെടിയിൽ ധാരാളം ഇലകളുണ്ടാകാം, പക്ഷേ ഫലം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അൺപ്രൂവ്ഡ് ഫെയ്ത്ത് ബിക്കംസ് നോയ്സി. ശുദ്ധീകരിക്കപ്പെടാത്ത, നവീകരിക്കപ്പെടാത്ത വിശ്വാസം വെറുതെ ശബ്ദമുഖരിതമായി ഇരിക്കുക എന്നുള്ളതല്ലാതെ യഥാർത്ഥ വിശ്വാസമാകുന്നതിന് പ്രയാസമാണ്. അൺപ്രൂവ്ഡ് മിനിസ്ട്രി ബിക്കംസ് ഇഗോ ഡ്രിവൻ. ചെത്തിവെടിപ്പാക്കാത്ത, ശുദ്ധീകരിക്കാത്ത, നവീകരിക്കാത്ത ശുശ്രൂഷ ചിലപ്പോൾ സ്വയകേന്ദ്രീകൃതമായി മാറിയേക്കാം. അതുപോലെ തന്നെ അൺപ്രൂവ്ഡ് ചർച്ച് ബിക്കംസ് ക്രൗഡഡ് ബട്ട് ഷാലോ. ശുദ്ധീകരിക്കപ്പെടാത്ത, നവീകരിക്കപ്പെടാത്ത സഭയും ആളുകളെ ആകർഷിപ്പാൻ കഴിഞ്ഞേക്കാം, എന്നാൽ ആഴമില്ലാത്ത വിശ്വാസം, പൊള്ളയായ ആചാരങ്ങൾ മാത്രമായി നിന്നേക്കാം. അതുകൊണ്ടാണ് മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നത്, നവീകരിക്കപ്പെട്ട വിശ്വാസ പൈതൃകത്തിന് ഉടമകളാണ് ഞങ്ങളെന്ന്. എബ്രായ ലേഖനത്ത് കർത്താവ് പറയുന്നു, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ലേറ്റർ ഇറ്റ് ഈൽഡ്സ് ദ പീസ്ഫുൾ ഫ്രൂട്ട് ഓഫ് റൈച്ചസ്നെസ്. അപ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ആദിമസഭയിലും ഇപ്പോഴും ദൈവത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയായി മനസ്സിലാക്കുവാൻ പ്രയാസമില്ലായിരിക്കും. അബൈഡ് ഇൻ മീ. സഭ ദൈവശാസ്ത്രത്തിൻ്റെ ഉൾക്കരുത്താണത്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഇത് ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. മെനോ എന്ന ഗ്രീക്ക് വാക്കാണ്. ടു അബൈഡ്, ടു റിമൈൻ, ഡ്വെൽ. സുറിയാനി ഭാഷയിൽ ഇതിനെ ക്യോമോ എന്ന വാക്കുമായിട്ടാണ് അടുത്തു വരുന്നത്. സ്റ്റാൻഡിങ്, എൻഡ്യൂറിങ്, റിമൈനിങ് ഇൻ ലിവിങ് കമ്മ്യൂണിയൻ. ഒരു ദൈവവുമായുള്ള നിരന്തരമായ കമ്മ്യൂണിയൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും ഒരു ബന്ധമാണ് എന്നിൽ വസിക്കുക എന്ന് കർത്താവ് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. കർത്താവ് പറയാണ്, വിതൗട്ട് മീ യു ക്യാൻ ഡു നത്തിങ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിൽ വസിക്കാതെ ഇരുന്നാൽ ലിറ്റർജി ബിക്കം റിച്വൽ. ആരാധന വെറും ആചാരമായി മാത്രം തീരും. മിനിസ്ട്രി ബിക്കം ആക്ടിവിസം. ശുശ്രൂഷ വെറും നയമായി മാത്രം മാറും. സംവിധാനങ്ങൾ വെറും ഭരണക്രമം മാത്രമായിട്ട് മാറും. എന്നാൽ ക്രിസ്തുവിൽ വസിച്ച് അവനോട് കൂട്ടായ്മ ആചരിക്കുമ്പോൾ വർഷിപ്പ് ബിക്കം എക്സ്പ്രഷൻ ഓഫ് ലവ്. ആരാധന ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമായി തീരും. സർവീസ് ബിക്കം ഓവർഫ്ലോ ഓഫ് ലവ്. ശുശ്രൂഷ ദൈവസ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കലായിത്തീരും. ചർച്ച് ബിക്കം വിനിയാൻ ഓഫ് അവർ ലോഡ്. സഭ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടമായിത്തീരും. എപ്പോഴാണ് കർത്താവിൽ വസിക്കുക, കർത്താവിലായിത്തീരുക, കർത്താവിനോട് കൂടെ ജീവിക്കുക. ഇവിടെ പറയുന്നു, കൊമ്പുകൾക്ക് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇൻഡിപെൻഡൻറ്റ്. ക്രിസ്തീയ ദൗത്യത്തിൽ, സഭാജീവിതത്തിൽ അങ്ങനെ ഒരു വാക്കില്ല. പിന്നെയോ ഇൻഡിപെൻഡൻ്റ് ആണ്. മുഴുവൻ
ആശ്രയിച്ചുകൊണ്ടാണ്, ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. കൊമ്പുകൾ എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ആണ് പറയുന്നത്. ഒരു കൊമ്പല്ല, കൊമ്പുകളാണ്. യു ആർ ദ ബ്രാഞ്ചസ്, പ്ലൂരലാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ബഹുവചനം. അതുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് സ്പിരിച്വാലിറ്റി ഒരു സഭയ്ക്ക് യോജിച്ചതല്ല. പിന്നെയോ വ്യക്തിപരമായ ആത്മീയതയല്ല. കർത്താവിനോട് ചേർന്ന് കൂട്ടായ്മയിൽ മറ്റുള്ളവരുമായി ഒരുമിച്ച് നിൽക്കുന്ന ആത്മീയതയാണ് കർത്താവ് തൻ്റെ ഉപമകളിലും തൻ്റെ ശുശ്രൂഷകളിലും നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു കൊമ്പിനെക്കുറിച്ച് കർത്താവ് തന്നെ പറയുന്നു, ഹാസ് നോ ലൈഫ് ഇൻ ഇറ്റ് സെൽഫ്. അതിന് സ്വന്തമായി ജീവനില്ല. ഹാസ് നോ ഐഡൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ദ വൈൻ. മുന്തിരിവള്ളിയിൽ നിന്ന് വേർപെട്ട് അതിന് നിലനിൽപ്പില്ല. സ്വയമായി ഫലം കായ്പാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് ഒരു വിശ്വാസിക്കും കൂട്ടായ്മയിലില്ലാതെ, ദൈവവുമായും സമൂഹവുമായും കൂട്ടായ്മയിലല്ലാതെ നിലനിൽപ്പില്ല. ഒരു ശുശ്രൂഷയും സ്വതന്ത്രമായി നിർവഹിക്കാനാവുകയില്ല. ഒരു മെത്രാനോ പട്ടക്കാരനോ വിശ്വാസിക്കോ തനിയെ വിശ്വാസത്തിൽ നിലനിൽക്കാനാവില്ല. നമ്മുടെ വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുന്ന അങ്ങനെയാണല്ലോ, ഞങ്ങൾ വിശ്വസിക്കുന്നു, വി ബിലീവ്. ഒരുമിച്ച് ഒരേ വിശ്വാസത്തിൽ പങ്കാളികളാകുമ്പോഴാണ് ഈ കൂട്ടായ്മ ധന്യമാകുന്നതും സഭയുടെ നിലനിൽപ്പിന് അർത്ഥമുണ്ടാകുന്നതും. ഡിവിഷൻ എല്ലാം ഭരണപരമായ പ്രശ്നം മാത്രമല്ല, സഭയുടെ മുറിവുകളാണ്. കൂട്ടായ്മയിൽ നിന്ന് മാറപ്പെടുന്നത് മുറിവുകളാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് സഭയായി നിലനിൽക്കുന്നതും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് സാധ്യമായിത്തീരുന്നതും. ഫലങ്ങൾ, എന്തിനാണ് സഭ ഫലം കായ്ക്കേണ്ടത്? കർത്താവ് പറയുന്നു, ബൈ ദിസ് മൈ ഫാദർ ഈസ് ഗ്ലോറിഫൈഡ് ദാറ്റ് യു ബെയർ മച്ച് ഫ്രൂട്ട്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുത്തുന്നു. പൗരസ്ത്യ ദർശനമനുസരിച്ച് എന്തൊക്കെയാണ് ഫ്രൂട്ട്സ്? ട്രാൻസ്ഫോംഡ് ലൈഫ്, രൂപാന്തരപ്പെട്ട ജീവിതം. വിസിബിൾ ലവ്, പ്രകടിപ്പിക്കുന്ന സ്നേഹം. ക്രിസ്തുവിനെ ലോകത്തിൽ വെളിപ്പെടുത്തുന്ന അനുഭവം. മുന്തിരിവള്ളിയിൽ വസിച്ച് മുന്തിരിവള്ളിയുടെ അനുഭവം തൻ്റെ ജീവിതത്തിലൂടെ പകർന്ന് മുന്തിരിയുടെ ഫലം എല്ലാവർക്കും നൽകുന്ന അനുഭവത്തെക്കുറിച്ചാണ് കർത്താവ് ഈ കൂട്ടായ്മ ബന്ധത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് മുന്തിരിവള്ളിയിൽ നിന്ന് കൊമ്പ് യോജിച്ചിരിക്കണമെന്ന് പറയുന്നത്? ഈ മുന്തിരിവള്ളിയിലെ ജീവരസം ഈ കൊമ്പുകളിലേക്ക് പ്രവഹിക്കുമ്പോഴാണ് കൊമ്പിന് ജീവനുണ്ടാകുന്നത്. ക്രൈസ്റ്റ് ആസ് എ സാപ്പ്, അല്ലെങ്കിൽ ജീവരസം ഓഫ് ദ വൈൻ. കർത്താവ് തന്നെയാണ് ഈ ജീവരസമായി നമുക്ക് അനുഭവമേദ്യമായി തീരുന്നത്. ഹോളി കുർബാന നമ്മുടെ രഹസ്യമായ ജീവരസമാണ്. ജീവരസം നമുക്ക് കൊമ്പ് നിലനിൽക്കുന്നിടത്തോളം കാലം കാണാൻ സാധ്യമല്ല. അത് ശാന്തമായി
മുന്തിരിവള്ളിയിൽ നിന്ന് കൊമ്പിലേക്ക് ഒഴുകുകയും കൊമ്പിന് ജീവൻ പകർന്ന് ഫലമുണ്ടാവുകയും ചെയ്യുന്നു. ജീവരസം അതിൻ്റെ ജീവൻ സൂക്ഷിക്കുകയും അതിൻ്റെ ജീവൻ പ്രഹവിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വെറും ഒരു സിംബലിസമല്ല. ഇറ്റ് ഈസ് പാർട്ടിസിപ്പേറ്ററി ലൈഫ്. കർത്താവിൻ്റെ ജീവിതത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്, അല്ലെങ്കിൽ കർത്താവുമായുള്ള കൂട്ടായ്മയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 1953 58 അഭിവന്യ യൂഹന്നാൻ മാർത്തോമ തിരുമേനിയും മാത്യൂസ് മാർ അത്താനാസ് തിരുമേനിയും ഒരുമിച്ച് എഴുതിയ സംയുക്ത കൽപ്പനയിൽ എന്താണ് നാം വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശ്വസിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ പല വിശ്വാസ രീതിയിൽ പലരും ചിന്തിക്കുകയും പലതിനെക്കുറിച്ചും പല രീതിയിൽ വ്യക്തമാക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് ഐക്യതയുണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് പറയുന്നത് ഇതാണ്: ക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി നൽകുന്നു. വിശ്വാസികൾ അവനുമായി സംസർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് മാർത്തോമാ സഭയുടെ ഉപദേശമാണ്. കർത്താവിൻ്റെ ജീവരസം വിശുദ്ധ കുർബാനയിൽ നാം പങ്കാളികളാകുമ്പോൾ നമ്മിലേക്ക് പകരുന്നു. നാം കർത്താവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ പ്രവേശിക്കുന്നു. നമ്മെക്കുറിച്ച് കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്? എന്താണ് ഇന്നിൻ്റെ ഈ ഭാഗത്തുള്ള ആഹ്വാനം? ബാക്ക് ടു വൈൻ. ഈ മുന്തിരിവള്ളിയുമായിട്ടുള്ള ബന്ധത്തിൽ അറ്റുപോയിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തിലേക്ക് തിരികെ വരിക. The crisis of the church today is not lack of activity. It is loss of abiding. നമുക്ക് അനേക പരിപാടികളും ശുശ്രൂഷകളും ഒക്കെയുണ്ട്. എന്നാൽ കർത്താവിൽ പൂർണ്ണമായി വസിക്കുന്നതിനും കർത്താവ് നമ്മിൽ പൂർണ്ണമായി വസിക്കുന്നതിനും സാധിക്കുന്നില്ല എങ്കിൽ ഇതെല്ലാം ജീവനില്ലാതെ വ്യർത്ഥമായി തീരുമെന്ന് കർത്താവ് പറയുന്നു. അതുകൊണ്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യേശുവിലേക്ക് തിരികെ വരിക, കർത്താവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുക, ക്രിസ്തുവിൻ്റെ ആഴത്വത്തിലേക്ക്, ക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക് നമ്മുടെ ജീവിതം പുനഃപ്രതിഷ്ഠിക്കുക, അവനിൽ വസിക്കുവാൻ, ഞാൻ അവനിലും അവൻ എന്നിലും എന്നുള്ള നിരന്തരമായ കൂട്ടായ്മയിലേക്ക്, അവൻ്റെ ഉണ്മയിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം. നാം കർത്താവുമായി കൂട്ടായ്മയിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ സഹവിശ്വാസികളുമായിട്ടുള്ള ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു എന്നുള്ള ആ ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് കർത്താവ് നമ്മളെ ഓരോരുത്തരും ക്ഷണിക്കുന്നു. കർത്താവ് പറയുകയാണ്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് വളരെ ഫലം കായ്ക്കാനാണ്, വളരെ നല്ല ഫലം കായ്ക്കാനാണ്. എവിടെയെല്ലാം കർത്താവിൻ്റെ സ്നേഹം അറ്റുപോകുന്നുവോ, നിയമങ്ങൾ ചിലപ്പോൾ കർക്കശമായേക്കാം,
ആരാധന തണുത്തതായേക്കാം. ശുശ്രൂഷകൾ പല പല നിയന്ത്രണങ്ങൾക്ക് വിധേയമായേക്കാം. എന്നാൽ ഫലകരമായ ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, രൂപാന്തരപ്പെട്ട ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, നമ്മളെ ചെത്തിവെടുപ്പാക്കുവാൻ അനുവദിക്കുകയും വചനത്താൽ ശുദ്ധീകരിച്ച് എൻ്റെ വചനം നിങ്ങൾ വസിക്കട്ടെ, ശുദ്ധീകരിക്കപ്പെട്ട് ഈ വചന കേൾവിയെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പറയാണ്, എൻ്റെ സന്തോഷം നിങ്ങളിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എന്താണ് കർത്താവ് ഈ വാക്കുകൾ പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എൻ്റെ സന്തോഷം നിങ്ങളിരിക്കുക, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുക, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നിലനിൽക്കുന്നതിലൂടെ, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കിടയാകട്ടെ. നല്ല ഫലം കായ്ച്ച് കർത്താവിൻ്റെ സന്തോഷത്തിൻ്റെ പൂർണ്ണത കൈവരിപ്പാൻ നമുക്കെല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.